കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും കെ എം മാണിക്ക് തന്റെ എല്ലാം തന്നെ വളർത്തിയ പാലയായിരുന്നു. രാഷ്ട്രീയത്തിൽ അടിപതറുമെന്ന് എതിരാളികൾ ഉറ്റുനോക്കി നിന്നപ്പോൾ പോലും മാണി സാറിനെ വീഴാതെ പാല താങ്ങി നിർത്തി. പാലായിലെ വോട്ടർമാരാണ് മാണിയുടെ എപ്പോഴത്തെയും ബലം. എല്ലാവരെയും നേരിട്ട് പേര് വിളിക്കാനുള്ള പരിചയവുമുണ്ട് മാണി സാറിന്. പാലാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ മറ്റൊരാളും പാലായുടെ MLA ആയിട്ടില്ല. പാലക്കാർ അതിന് അനുവദിച്ചിട്ടുമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ UDF-ന് തിരിച്ചടിയേറ്റ കാലത്ത് പോലും പാലായിൽ മാണിക്കും കേരള കോൺഗ്രസിനും പിടിച്ചു നിൽക്കാനായി. പാലാ മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് അന്ന് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. തനിക്കൊരു രണ്ടാം ഭാര്യയുണ്ടെന്നും അത് പാലായാണെന്നും കെ എം മാണി പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മീനച്ചിലാറെന്നും പുലിയന്നൂരെന്നും പേരുണ്ടായിരുന്ന മണ്ഡലം പാലായായത് 1964-ലാണ്. കേരള കോൺഗ്രസ് പിറന്നതും ആ വർഷം തന്നെ. 65-ൽ തിരഞ്ഞെടുപ്പ്. മരങ്ങാട്ട് പള്ളിക്കാരനും വക്കീലും കോൺഗ്രസിൽ PT ചാക്കോയുടെ ശിഷ്യനുമായിരുന്ന കെ എം മാണി കേരള കോൺഗ്രസ് ടിക്കറ്റിൽ അവിടെ അങ്ങനെ സ്ഥാനാർത്ഥിയായി. സ്വതന്ത്രനായ VT തോമസിനെ തോൽപ്പിച്ച് കന്നി വിജയം കുറിച്ച് മാണി അവിടെ നിന്നാണ് ജൈത്രയാത്ര തുടങ്ങിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏലിക്കുട്ടി തോമസ് 3-ാം സ്ഥാനത്തെത്തി. 67-ൽ വീണ്ടും VT തോമസ് തോൽവിയറിഞ്ഞു. കരുത്തനായ MA ജേക്കബിനെ കോൺഗ്രസ് രംഗത്തിറക്കിയെങ്കിലും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അങ്ങനെയാണ് മാണി സാറിന്റെ ജയകഥകൾ. ഏറ്റവും വാശിയേറിയ മത്സരം 1970-ലായിരുന്നു. കേരള കോൺഗ്രസിന് വേണ്ടി മാണിയും കോൺഗ്രസ് ടിക്കറ്റിൽ MM ജേക്കബും വീണ്ടും കളത്തിലിറങ്ങി. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. അന്നും ഭാഗ്യം മാണിക്കൊപ്പം. 364 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. മാണിയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മാണി ക്ഷീണം തീർത്തു. കോൺഗ്രസും കേരള കോൺഗ്രസും ഒന്നിച്ചു നിന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ NC ജോസഫിനെ 14,857 വോട്ടിനാണ് അന്ന് കെ എം മാണി അവിടെ മലർത്തിയടിച്ചത്. കെ എം മാണി ഇടതുപാളയത്തിലായിരുന്ന 80-ൽ വീണ്ടും MM ജേക്കബ് എതിരെ വന്നു. 4,566 വോട്ടിന് അവിടെ അന്ന് മാണി സാർ ജയിച്ചു കയറി. 82-ൽ വീണ്ടും ജനാധിപത്യ ചേരിയിലെത്തിയ മാണി ആ വർഷം JA ചാക്കോയെയും 87-ൽ KS സെബാസ്റ്റ്യനെയും 91-ൽ ജോർജ് C കാപ്പനെയും തോൽപ്പിച്ചു. 96-ൽ കോൺഗ്രസിന്റെ യുവതുർക്കിയായി എത്തിയ CK ജീവനാണ് മാണിയോട് മത്സരിച്ചത്. മാണിയുടെ ഭൂരിപക്ഷം റെക്കോർഡിലെത്തി. 23,790 വോട്ട്. 2001-ൽ LDF ടിക്കറ്റിൽ മത്സരിച്ച് NCP നേതാവ് ഉഴവൂർ വിജയൻ. 2006-ലും 11-ലും 16-ലും NCPയുടെ തന്നെ മാണി C കാപ്പൻ എതിരെ വന്നെങ്കിലും കെ എം മാണിയെ തറപറ്റിക്കാൻ അതൊന്നും പോരായിരുന്നു. കെ എം മാണിയുടെ സീറ്റിന് ഒരിളക്കവും ഉണ്ടായില്ല. 2016-ലെ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത അഗ്നിപരീക്ഷകളുടെ നടുവിലായിരുന്നു കെ എം മാണി. ബാർക്കോഴ ആരോപണം മാണിയെ മാത്രമല്ല പാർട്ടിയെയും UDF-നെയും അന്ന് ശരിക്കും പിടിച്ചുകുലുക്കിയിരുന്നു. പിന്നീട് അതിജീവനത്തിന്റെ പോരാട്ടങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനം താൻ കോഴ വാങ്ങിയിട്ടില്ലെന്ന് പാലായിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പാലക്കാരിലും രണ്ടഭിപ്രായങ്ങൾ ഉയർന്നു. അതുകൊണ്ട് തന്നെ 2016-ലെ തിരഞ്ഞെടുപ്പ് കട്ടിയായിരുന്നു. 2016-ലെ വിജയം മാണിക്ക് വലിയ ആശ്വാസമായി. വിജയവാർത്ത അറിഞ്ഞ മാണി ആദ്യം എത്തിയത് ജാതിമത ഭേദമന്യേ പാലായുടെ വിശ്വാസ കേന്ദ്രമായ കുരിശുപള്ളിയിലായിരുന്നു. ആശങ്കയുടെ ദിനങ്ങളിലും ആശ്വാസം കുരിശുപള്ളിയും അവിടുത്തെ മാതാവുമായിരുന്നുവെന്ന് കെ എം മാണി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.